അടുക്കളയിലെ ഗ്യാസ് സിലിണ്ടറിന് പകരം വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കി പാചകം ചെയ്യാം, അല്ലെങ്കിൽ പൊടിയരിയിൽ നിന്ന് എഥനോൾ ഉണ്ടാക്കി അത് സ്റ്റൗവിൽ ഉപയോഗിക്കാമോ? സോഷ്യൽ മീഡിയയിൽ ഇത് രണ്ടും വലിയ ചർച്ചാ വിഷയമാണ്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സത്യമാണോ? ഹൈഡ്രജൻ സ്റ്റൗവും എഥനോൾ സ്റ്റൗവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് രണ്ടും നമ്മുടെ സാധാരണക്കാരുടെ അടുക്കളയിൽ എപ്പോൾ എത്തും? ഈ മാസം പുറത്തു വന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി സത്യം എന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം ഹൈഡ്രജൻ സ്റ്റൗവിനെ കുറിച്ച് നോക്കാം. വെള്ളത്തിൽ നിന്ന് ഹൈഡ്രജൻ വേർതിരിച്ചെടുത്ത് അത് ഇന്ധനമായി ഉപയോഗിക്കുന്ന രീതിയാണിത്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് കത്തുമ്പോൾ കാർബൺ പുറന്തള്ളുന്നില്ല എന്നതാണ്. പുകയോ മണമോ ഇല്ല, ആകെ പുറത്തു വരുന്നത് നീരാവി മാത്രമാണ്. പക്ഷേ ഇതിന്റെ പ്രധാന വെല്ലുവിളി സുരക്ഷയാണ്. ഹൈഡ്രജൻ വളരെ വേഗത്തിൽ തീപിടിക്കുന്ന ഒന്നാണ്. അത് സ്റ്റോർ ചെയ്യാനും സുരക്ഷിതമായി അടുക്കളയിൽ എത്തിക്കാനും വലിയ സാങ്കേതിക വിദ്യ ആവശ്യമാണ്. ഇത് വലിയൊരു പരീക്ഷണ ഘട്ടത്തിലാണ്. ഇനി എഥനോൾ സ്റ്റൗവിലേക്ക് വന്നാൽ ഇത് കുറച്ചുകൂടി പ്രായോഗികമാണ്. പെട്രോളിലും മറ്റും നമ്മൾ ചേർക്കുന്ന അതേ എഥനോൾ തന്നെയാണ് ഇതിലും ഉപയോഗിക്കുന്നത്. റേഷൻ കടകളിലെ പൊടിയരി ഉപയോഗിച്ച് എഥനോൾ ഉണ്ടാക്കാമെന്നത് സർക്കാരിന്റെ ഒരു വലിയ പ്ലാൻ ആണ്. ഇതൊരു ലിക്വിഡ് ഫ്യൂവൽ ആയതുകൊണ്ട് സിലിണ്ടർ പോലെയുള്ള വലിയ സമ്മർദ്ദം ഇതിനില്ല. എങ്കിലും എഥനോൾ ഒരു രാസവസ്തുവായതുകൊണ്ട് തന്നെ അത് കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേക മുൻകരുതലുകൾ വേണം. ഇതിനായി പ്രത്യേക ബേണറുകളും വാൽവുകളും ഡിസൈൻ ചെയ്യേണ്ടതുണ്ട്. എത്രത്തോളം സാധ്യതകളുണ്ട്? സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് പോലെ നാളെ രാവിലെ തന്നെ നമുക്ക് ഈ സ്റ്റൗവുകൾ വീട്ടിൽ വെക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? സുരക്ഷ. നമ്മുടെ വീട്ടിലെ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് വ്യത്യസ്തമായി ഹൈഡ്രജൻ അല്ലെങ്കിൽ എഥനോൾ കൈകാര്യം ചെയ്യാൻ പ്രത്യേക പരിശീലനം ആവശ്യമാണ്. ചിലവ്. ഈ പുതിയ സ്റ്റൗവുകൾക്ക് തുടക്കത്തിൽ വലിയൊരു തുക ചിലവാകും. 5 വർഷത്തിനുള്ളിൽ ഇത് സാധാരണക്കാർക്ക് വാങ്ങാവുന്ന വിലയിലേക്ക് മാറുമോ എന്നാണ് സർക്കാർ പരിശോധിക്കുന്നത്. വിതരണ ശൃംഖല. പൈപ്പ് ലൈൻ വഴിയോ സിലിണ്ടറുകൾ വഴിയോ ഇത് വീടുകളിൽ എത്തിക്കാൻ പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ആവശ്യമാണ്. എപ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകുക? കേന്ദ്ര സെക്രട്ടറി സഞ്ജീവ് ചോപ്ര വ്യക്തമാക്കിയത് ഇതൊരു പരീക്ഷണ ഘട്ടത്തിലാണെന്നാണ്. ആദ്യം വലിയ ക്യാൻറ്റീനുകളിലും ഹോട്ടലുകളിലും ഇത് പരീക്ഷിച്ച് വിജയിച്ചാൽ മാത്രമേ വീടുകളിലേക്ക് ഇത് എത്തിക്കുകയുള്ളൂ. എന്നാൽ പുകയില്ലാത്ത, മലിനീകരണമില്ലാത്ത ഇന്ധനത്തിലേക്ക് മാറാനുള്ള ഇന്ത്യയുടെ ശ്രമം വളരെ വലുതാണ്. 2026ഓടെ ഇത്തരം പൈലറ്റ് പ്രോജക്റ്റുകൾ കൂടുതൽ സ്ഥലങ്ങളിൽ തുടങ്ങാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഗ്യാസ് സിലിണ്ടറിന് ഒരു നല്ല ബദൽ വരുന്നത് നമുക്ക് ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന കാര്യമാണ്. ഈ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഹൈഡ്രജൻ സ്റ്റൗ ആണോ അതോ എഥനോൾ സ്റ്റൗ ആണോ? ഏതാണ് കൂടുതൽ സുരക്ഷിതമെന്ന് നിങ്ങൾ കരുതുന്നത്? താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ ബിസിനസ്, സാമ്പത്തിക വാർത്തകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.